അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച 28 പോയിന്റ് സമാധാന പദ്ധതി റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യപ്പെട്ടുള്ള ഒരു നിർബന്ധ നീക്കമെന്ന നിലയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. തന്റെ മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായി റഷ്യയ്ക്ക് അനുകൂലമായ വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന ഒരു ഒത്തുതീർപ്പിന് സെലൻസ്കി തയ്യാറാകണമെന്നാണ് ട്രംപ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതി ഭൗമരാഷ്ട്രത്തിൽ ഒരു പുതിയ വഴിത്തിരിവിന് കളമൊരുക്കുക മാത്രമല്ല, യുക്രൈന്റെ ഭാവി സുരക്ഷാപരമായ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സമാധാനം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയുണ്ട്, അത് അദ്ദേഹം അംഗീകരിക്കേണ്ടി വരുമെന്നാണ് ട്രംപ് ഈ പദ്ധതിയെക്കുറിച്ച് പ്രസ്താവിച്ചത്. ട്രംപിന്റെ ഈ പുതിയ നീക്കം യുക്രൈൻ യുദ്ധക്കളത്തിൽ മുന്നോട്ട് പോകാനുള്ള ശേഷിയില്ല എന്നതും അതിനാൽ റഷ്യൻ ആവശ്യങ്ങൾക്ക് വഴങ്ങണമെന്നുള്ള അദ്ദേഹത്തിന്റെ പഴയ വാദങ്ങളെ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതുമാണ്. ട്രംപിന്റെ ഈ സമീപനം നിലവിലെ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ യുക്രൈനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിലെ അഴിമതി ആരോപണങ്ങളുടെയും യുദ്ധരംഗത്തെ തിരിച്ചടികളുടെയും പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലെ റഷ്യൻ മുന്നേറ്റങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് യുക്രൈൻ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസകരമായ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അന്തസ്സ് നഷ്ടപ്പെടുത്തുന്ന ഒരു നടപടിയായി മാറുകയും ചെയ്യും. കാരണം റഷ്യയുടെ ആക്രമണത്തെ ചെറുത്തുവന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാകും അത് എന്നുള്ളതും സെലൻസ്കിക്ക് നന്നായി അറിയാം. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നിരാകരിച്ചാൽ ഉക്രൈൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക സാമ്പത്തിക പങ്കാളിയായ അമേരിക്കയെ നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയാണ് സെലൻസ്കിക്ക് മുന്നിലുള്ളത്. ഒരു വലിയ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകുന്നത് യുക്രൈന് താങ്ങാനാവാത്ത ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ഭാരമാകും സമ്മാനിക്കുക. നവംബർ 27-നുള്ളിൽ യുക്രൈൻ ഈ പദ്ധതിക്ക് മറുപടി നൽകുമെന്നാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. ഇത് സെലൻസ്കിക്ക് മുന്നിലുള്ള സമയപരിമിതി കൂടിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പരിമിതമായ സമയം മാത്രമാണ് ഇനി സെലൻസ്കിക്ക് മുന്നിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഇന്നു മുതൽ 5 ദിവസമാണ് ഇനി സെലൻസ്കിയുടെ മുന്നിൽ ആകെ അവശേഷിക്കുന്നത്. ഈ നിർണായക സമാധാന പദ്ധതി ട്രംപും സെലൻസ്കിയും തമ്മിൽ എന്നും നിലനിന്നിരുന്ന സംഘർഷഭരിതമായ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത് എന്നുകൂടി നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. 2019 ജോ ബൈഡനെതിരെ വിവരങ്ങൾ ശേഖരിക്കാൻ സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കാൻ ട്രംപ് ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഇംപീച്ച്മെന്റിന് കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സംഭവം തന്നെ ഇരു രാജ്യത്തലവന്മാർക്കിടയിൽ ഒരു വിശ്വാസക്കുറവിന് കാരണവുമായി. കൂടാതെ ഈ വർഷം ആദ്യം നടന്ന ഓവർ ഓഫീസ് കൂടിക്കാഴ്ചയിൽ അമേരിക്ക നൽകിയ $180 ബില്യൺ വരുന്ന സഹായത്തിന് വേണ്ടത്ര നന്ദി കാണിച്ചില്ല എന്നതും ആരോപിച്ചുകൊണ്ട് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും സെലൻസ്കിയെ രൂക്ഷമായി വിമർശിക്കുകയും അമേരിക്കൻ സഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഈ വിമർശനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയും യുക്രൈനിലുള്ള സഹായം തുടരുന്നതിനെക്കുറിച്ചുള്ള ട്രംപിനുള്ള സംശയങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തുടർച്ചയെന്നോണമാണ് പുതിയ സമാധാന പദ്ധതിയിലൂടെ ട്രംപ് സെലൻസ്കിക്ക് മേൽ സമ്മർദ്ദമെല്ലാം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ട്രംപ് റഷ്യ യുക്രൈൻ വിഷയത്തിൽ നേരിട്ടിടപെട്ട് തൻ്റെ മുൻഗണനകൾ വ്യക്തമാക്കുകയുമാണ്. ട്രംപിൻ്റെ പുതിയ നിർദ്ദേശത്തിലെ പ്രധാന ആവശ്യങ്ങൾ യുക്രൈനെ സംബന്ധിച്ച് കനത്ത പ്രഹരം കൂടിയാണ് സമ്മാനിക്കുന്നത്. ഒന്നാമതായി കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ പൂർണ്ണമായും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാകണം എന്നതാണ്. ഇതിൽ ഒന്നാമതായി കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ പൂർണ്ണമായും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ യുക്രൈൻ തയ്യാറാകണമെന്ന കേന്ദ്ര ആവശ്യമാണ്. യുക്രൈൻ്റെ പരമാധികാര പ്രദേശത്തിൻ്റെ ഒരു വലിയ ഭാഗം റഷ്യയ്ക്ക് കൈമാറുന്നത് യുദ്ധത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്ക് തന്നെ വിരുദ്ധവുമാണ്. ഈ പ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും യുക്രൈൻ്റെ നിയന്ത്രണത്തിലിരിക്കെ എന്നോളം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം ആണെന്നാണ് ട്രംപിൻ്റെ വാദം. എന്നാൽ യുക്രൈൻ ജനതയുടെ കണ്ണിൽ ഇതൊരു കീഴടങ്ങലാണ്. രണ്ടാമതായി യുക്രൈൻ സൈന്യത്തിൻ്റെ വലിപ്പം ഗണ്യമായി കുറയ്ക്കണമെന്ന് പദ്ധതി ആവശ്യപ്പെടുന്നുണ്ട്. സൈനിക പരിധി ഏർപ്പെടുത്തുന്നത് ഭാവിയിലെ ഏത് റഷ്യൻ ആക്രമണങ്ങളെയും ചെറുക്കാനുള്ള യുക്രൈൻ്റെ കഴിവിനെ ഇല്ലാതാക്കുകയും ചെയ്യും. സുരക്ഷാ കാഴ്ചപ്പാടിൽ ഇത് യുക്രൈന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതും. മൂന്നാമതായി യുക്രൈനെ ഒരിക്കലും നാറ്റോ സൈന്യ സഖ്യത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് യൂറോപ്പ് ഉറപ്പ് നൽകണം എന്നും നിർദ്ദേശിച്ചിരിക്കുന്നു. നാറ്റോ അംഗത്വം യുക്രൈൻ്റെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് സെലൻസ്കി ആവർത്തിച്ച് പറയുമ്പോഴാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ വ്യവസ്ഥകൾ യുക്രൈൻ്റെ പരമാധികാരത്തിനും ഭാവി സുരക്ഷയ്ക്കും മേലുള്ള കടുത്ത കടന്നുകയറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത് രാജ്യത്തിൻ്റെ വിദേശനയ സ്വാതന്ത്ര്യത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. ഈ സമയത്ത് സെലൻസ്കിക്കുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ട്രംപിന് കൂടുതൽ സ്വാധീനം ചെലുത്താൻ അവസരം നൽകുന്നുമുണ്ട്. $100 മില്യൺ കിക്ക് ബാക്ക് ആരോപണങ്ങളും പ്രമുഖ മന്ത്രിമാരുടെ രാജി ഉൾപ്പെടെയുള്ള അഴിമതി വിവാദങ്ങളും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അഴിമതി ആരോപണങ്ങൾക്ക് യുക്രൈൻ ജനതയുടെ ഇടയിൽ സെലൻസ്കിയുടെ വിശ്വാസ്യത കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനായ കോൺസ്റ്റാന്റിൽ സോണിൽ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ പുടിനേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സെലൻസ്കിക്ക് കഴിയുമെന്നതാണ്, അല്ലെങ്കിൽ എന്നതൊരു കണക്ക് കൂട്ടലാണെന്നും ട്രംപിൻ്റെ നീക്കത്തിന് പിന്നിൽ പറയുന്നുണ്ട്. സെലൻസ്കിയുടെ ഈ ദുർബലമായ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ.
ട്രംപിന്റെ പദ്ധതിയിലെ മറ്റൊരു നിർബന്ധ വ്യവസ്ഥ എന്നത് കരാർ നിലവിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ യുക്രൈൻ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ്. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സുരക്ഷാപരമായും രാഷ്ട്രീയപരമായും വലിയ വെല്ലുവിളികളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് സെലൻസ്കിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും രാജ്യത്തിന് രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യും. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നത് സെലൻസ്കിയുടെ സർക്കാരിനെ തകർച്ചയിലേക്ക് നയിച്ചേക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. പുതിയ തെരഞ്ഞെടുപ്പുകൾ സെലൻസ്കിയുടെ നിലവിലെ സർക്കാരിനെ ദുർബലപ്പെടുത്തുകയും റഷ്യൻ അനുകൂല പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധ്യത നൽകുകയും ചെയ്യും. ഈ പദ്ധതിയിലെ ഏറ്റവും ശ്രദ്ധേയവും യുക്രൈന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നതുമായ ഒരു വ്യവസ്ഥ എന്നത് റഷ്യൻ യുക്രൈൻ മാധ്യമങ്ങളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും അവകാശങ്ങൾ ഉറപ്പാക്കണം എന്നുള്ളതാണ്. അതിലുപരി എല്ലാ നാസി ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും നിരാകരിക്കുകയും നിരോധിക്കുകയും ചെയ്യുക എന്നും ആവശ്യപ്പെടുന്നതാണ്. ഈ വ്യവസ്ഥ 2022 റഷ്യൻ യുക്രൈൻ സംഘർഷത്തിന് ന്യായീകരണമായി പുടിൻ ഉയർത്തിയ യുക്രൈനെ നാസി വിമുക്തമാക്കുക എന്നുള്ള വളച്ചൊടിച്ച ചരിത്രവാദത്തിന് അമേരിക്ക പിന്തുണ നൽകുന്നത് അതിന് തുല്യം തന്നെയാണ് ഇതും എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. യുക്രൈന് തീവ്ര വലതുപക്ഷ പാർട്ടികൾ വെറും 2% മാത്രമാണ് പിന്തുണ എന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോഴും ഈ വ്യവസ്ഥ പുടിൻ്റെ സാംസ്കാരിക അവകാശങ്ങൾക്ക് മേൽ ബലം നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികമായ ഒരു അടിയറവ് തന്നെയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ ചരിത്രത്തെയും ദേശീയ സ്വത്വത്തെയും അതുപോലെ തന്നെ ദേശീയതയും റഷ്യൻ പ്രജനനത്തിൻ്റെ കണ്ണിലൂടെ നോക്കിക്കാണാൻ നിർബന്ധമാകുന്ന ഒരവസ്ഥയാണിത്. സാംസ്കാരികപരമായി ഈ വിളവുകൾ അല്ലെങ്കിൽ ഈ ഇളവുകളെല്ലാം റഷ്യക്ക് യുക്രൈൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനുള്ള അവസരം നൽകുകയും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ കടന്നു കയറാനുള്ള അവസരമായി ഉണ്ടാവുകയും ചെയ്യുന്നു അല്ലെങ്കിൽ മാറുകയും ചെയ്യുന്ന കാര്യമാണ്. ഭൂമി വിട്ടുകൊടുക്കൽ, സൈന്യത്തിൻ്റെ വലിപ്പം കുറയ്ക്കൽ, നാറ്റോ വിലക്ക്, റഷ്യൻ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന സാംസ്കാരിക ഇളവുകൾ എന്നിവ ഉൾപ്പെടുന്ന ട്രംപിൻ്റെ ഈ പദ്ധതി സെലൻസ്കിക്ക് മുന്നിൽ ഒരു വലിയ മരണക്കെണിയായി മാറുക കൂടിയാണ്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ സെലൻസ്കിക്ക് സ്വന്തം ജനതയുടെ കണ്ണിൽ നോക്കാൻ സാധിക്കില്ല എന്നുള്ളതും സ്വന്തം ജനതയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്നതും വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ഇത് യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സൈനികർക്കും എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാർക്കുമെതിരെയുള്ള ഒരു വഞ്ചനയായി വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. യുക്രൈൻ്റെ ദേശീയ പരമാധികാരവും അതുപോലെ തന്നെ അഭിമാനവും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ചരിത്രപരമായ പ്രതിസന്ധി ഘട്ടത്തിൽ സെലൻസ്കി ഏറ്റെടുക്കുന്ന തീരുമാനം യുക്രൈൻ്റെ മാത്രമല്ല ലോകരാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. ഈ സമാന പദ്ധതി സ്വീകരിക്കുകയാണെങ്കിൽ യുക്രൈൻ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന നിലയിലേക്ക് വലിയൊരു തിരിച്ചടി നേരിടേണ്ടി വരും. മറിച്ചാണെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക പങ്കാളിയായ അമേരിക്കയുടെ സഹായം നഷ്ടപ്പെട്ട് യുദ്ധത്തിൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കും രാജ്യം എത്തിപ്പെടാം. സെലൻസ്കിക്ക് മുന്നിലുള്ളത് റഷ്യൻ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ള ഒരു സമാധാനം സ്വീകരിക്കുക അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോരാടാൻ തയ്യാറെടുക്കുക എന്നുള്ള ഗുരുതരമായ ചോദ്യമാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ തീരുമാനമാണിത് അല്ലെങ്കിൽ ലോകം ഉറ്റുനോക്കുന്നത് എന്ത് തീരുമാനമാണ് സെലൻസ്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. ഇത് കിഴക്കൻ യൂറോപ്പിലെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളെ എല്ലാത്തിനെയും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ട്രംപ് നടത്തുന്ന ഈ കളി അത് സെലൻസ്കിക്ക് വലിയ പണിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ സംഭവിക്കാൻ പോകുന്നതും സെലൻസ്കിക്ക് ഈ പറഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കേണ്ടി വന്നാൽ പിന്നെ അവിടുത്തെ രാജ്യത്തെ ഒരു ജനതയുടെ മുന്നിലും ഒരാളുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാനോ കണ്ണിൽ നോക്കി മിണ്ടാനോ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.